ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഹരിശങ്കർ തിരിച്ച് ഈ അവാർഡ് ഷാൻ റഹ്മാനെ കൈമാറിയിരിക്കുകയാണ്. അതെ, കാരണം ഒരു ചരിത്ര മുഹൂർത്തമാണ്. ആദ്യമായിട്ടാണ് ഒരു സിംഗറിന് ഒരു അവാർഡ് കിട്ടിയിട്ട് ആ അവാർഡ് എനിക്കല്ല, ഇത് ഈ പാട്ട് കമ്പോസ് ചെയ്ത മ്യൂസിക് ഡയറക്ടറിനാണ് ഇത് അവകാശപ്പെട്ടത് എന്ന് പറഞ്ഞ് ആ സിംഗർ ഇത് മ്യൂസിക് ഡയറക്ടറിന് തിരിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ മ്യൂസിക് ഡയറക്ടറും സിംഗറും ഇതിനെപ്പറ്റി രണ്ടു വാക്ക് സംസാരിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്രിട്ടിക്സ് അവാർഡ് ഇങ്ങനെ കൈപ്പിടിക്കുന്നത്. ഇത് ഇവൻ്റെതാണെന്ന് അറിയുമ്പോൾ എനിക്കുള്ള സന്തോഷം അത് ചെറുതൊന്നുമല്ല. എനിക്ക് ഹരിയുടെ ശബ്ദം എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വോയിസാണ്. ഞാൻ എന്തെങ്കിലും ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നതിന് ഇത് ഹരിക്ക് കൊടുക്കണം. കാരണം അങ്ങനത്തെ പാട്ടുകൾ മാത്രമേ ഞാൻ ഹരിക്ക് കൊടുത്തിട്ടുള്ളൂ. എൻ്റെ അനിയനാണ്, ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറയണ്ട. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും ഈ സ്ഥാനത്ത് എത്തേണ്ട ആളാണ് ഹരി. ഇത് നീ ഡിസേർവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതെല്ലാ വർഷവും നിനക്ക് തന്നെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് മാത്രമല്ല, ഇനിയും ഒട്ടേറെ അവാർഡ്സ് നിന്റെ കൈകളിലൂടെ ഇങ്ങനെ നിന്റെ ഷോക്കേസിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ സിൻസിയറായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പൊ എന്തായാലും ഈ സ്നേഹബന്ധം എന്നും നിലനിൽക്കട്ടെ. ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്ക് ഒന്നിച്ച് ഇനിയും വർക്ക് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഇതുപോലുള്ള അവാർഡ്സ് വാങ്ങിച്ച് കൂട്ടട്ടെ. ഇത് വളരെ സ്പെഷ്യൽ മൊമെന്റ് ആണ്. എനിക്കൊന്ന് സൂപ്പർ സ്റ്റാറിൽ ഇത്രയും ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. എന്നാലും ഈ ഒരു മൊമെന്റ് ലൈഫിൽ ഞാൻ എന്നും ഓർക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. ഞങ്ങൾ ഒരിക്കലും മറക്കൂല. ഒരുമിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ എൻ്റെ ചേട്ടനാണ് കേട്ടോ, സത്യം. എൻ്റെ എൽഡർ ബ്രദറാണ്. അതൊരു ബ്ലെസ്ഡ് ആണ്, അതൊരു ബ്ലെസ്സിങ് ആണ്. ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സിനോടും ഡയറക്ടറിനോടും നന്ദി പറയുന്നു എന്നെയും കൂടി ഇങ്ങോട്ട് വിളിച്ചതിന്. അപ്പൊ എന്തായാലും ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ പാട്ട്, ഇതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് ഗോസ് ടു ഷാൻ റഹ്മാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ അവാർഡ് അങ്ങോട്ട് ഏൽപ്പിച്ചത്. ഇത് ശരിക്കും അത്ര ഫീൽ ചെയ്ത്. താങ്ക് യു എനിവേസ്, താങ്ക് യു ഫോർ എവറിത്തിങ്.